ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിചന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിചന്ന വല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരാവനചാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ടകി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരം യൻ കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മാധവം. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഒന്നാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 47-ാം ശ്ലോകവും 48-ാം ശ്ലോകവുമാണ് എന്നുള്ളത്. 2 ശ്ലോകം ഒരുമിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ശ്ലോകം വായിക്കാം. ആദ്യം 47-ാം ശ്ലോകം. മാരോതിദസ്യ ജനനീ ഗൗതമീ പതിദേവത യദാഹം വ്രതവത്സാർത്ഥ രോദീമശ്രുമുഖീ മുഹു. മാരോതിദസ്യ ജനനീ ഗൗതമീ പതിദേവത യദാഹം ഋതുവത്സാർത്ഥ രോദീമശ്രുമുഖീ മുഹു. മാരോതിദസ്യ ജനനീ ഗൗതമീ പതിദേവത യദാഹം വ്രതവത്സാർത്ഥ രോദീമശ്രുമുഖീ മുഹു. വാക്കർത്ഥം: മാ അരുത്, രോദിൽ കരയിപ്പിക്കുക, അസ്യ അവന്റെ, ജനനി ജനയിത്രി, ഗൗതമി ദ്രോണപത്നി, പതിദേവത പതിവ്രത, യഥാ അതേപോലെ, അഹം സ്വയം ഞാൻ മൃതവത്സ പുത്രൻ മരിച്ച ഒരുവൾ, ആർത്ഥ ദുഃഖിതയായി രോദമി വിലപിക്കുന്നു, അശ്രുമുഖി അശ്രുനയനങ്ങളോടെ, മുഹു നിരന്തരമായി. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭുപാദ് കി ജയ്. വിവർത്തനം: അല്ലേ പ്രഭുവെ, എന്നെപ്പോലെ ദ്രോണപത്നിയും വിലപിക്കുവാൻ ഇടയാകരുത്. എൻ്റെ പുത്രരുടെ മൃത്യുവിൽ ഞാൻ മനസ്സ് വേദനിച്ചു കഴിയുന്നു. എന്നെപ്പോലെ അവരും സദാ വിലപിക്കേണ്ടതില്ല. ഭാവാർത്ഥം: സഹാനുഭൂതിയുള്ള സ്വഭാവശുദ്ധിയുള്ള സ്ത്രീ ആകയാൽ മാതൃസഹജമായ വികാരത്താലും ദ്രോണപത്നി അലങ്കരിക്കുന്ന ആദരണീയമായ പദവിയെ മാനിച്ച് സന്താപകരമായ തൻ്റെ അതേ അവസ്ഥയിൽ ദ്രോണപത്നിയും പ്രതിഷ്ഠിക്കാൻ ശ്രീമതി ദ്രൗപദി ആഗ്രഹിച്ചില്ല. ഇനി അടുത്ത ശ്ലോകം 48 ആണ്.
യൈകോപിതം ബ്രഹ്മകുലം രജനൈ രചിതാത്മഭി തൽക്കുലം പ്രദഹത്യ സുശാസനോ ബന്ധം സുജാർപ്പിതം യൈകോപിതം ബ്രഹ്മകുലം രാജനൈ രചിതാത്മഭി തൽക്കുലം പ്രദഹത്യ സുശാസന ബന്ധം സുജാർപ്പിതം യൈകോപിതം ബ്രഹ്മകുലം രജനൈ രചിതാത്മഭി തൽക്കുലം പ്രദഹത്യാസു സാനുബന്ധം സുജാർപ്പിതം. ഇതിന്റെ വാക്കർത്ഥം: യൈ അവരാൽ, കോപിതം പ്രകോപിപ്പിച്ചു, ബ്രാഹ്മണകുലം ബ്രാഹ്മണവർഗത്തെ, രാജനൈ അധികാരവർഗങ്ങളാൽ, അജിത അനിയന്ത്രിതമായ, ആത്മഫി സ്വയം ഒരുവനാൽ, തൽ ആ കുലം വംശം, പ്രദഹതി കത്തിക്കരിയുന്നു, നശിക്കുന്നു, ആശു ഒട്ടും താമസിയാതെ, സ അനുബന്ധം അനുബന്ധം കുടുംബാംഗങ്ങളോടൊപ്പം, കുലബന്ധുക്കളോടുകൂടി, സുച അർപ്പിതം സുചാർപ്പിതം ദുഃഖത്തിൽ തള്ളപ്പെടുന്നു. വിവർത്തനം: ഇന്ദ്രിയ നിയന്ത്രണം നഷ്ടപ്പെട്ട രാജകീയ അധികാരവർഗങ്ങൾ ബ്രാഹ്മണവർഗത്തെ ദ്രോഹിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്താൽ അവരുടെ ക്രോധാഗ്നി സമ്പൂർണ്ണ രാജകീയ കുലത്തെയും ദഹിപ്പിക്കുകയും സർവർക്കും കൊടിയ വേദന വരുത്തുകയും ചെയ്യുന്നു. ഭാവാർത്ഥം ശ്രീലപ്രഭു. അധികാരം കൈയാളുന്ന രാജകീയ ജനങ്ങൾ, വാണിജ്യ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, തൊഴിലാളികൾ എന്നിങ്ങനെയുള്ളവരെ അപേക്ഷിച്ച് ഉന്നത കുലജാതരായ ബ്രാഹ്മണർ അഥവാ ആത്മീയ പുരോഗതി ആർജിച്ചവർ സദാ മഹത്തായ ആദരണീയ സ്ഥാനത്ത് അഭംഗരമായി തുടർന്നു പോകും. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോവേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യ കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ നാമിനേ. നമസ്തേ സരസ്വതദേവേ ഗൗരവാണി പ്രചാരിണേ വിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ സംഘർഷനാമിനി നമ പ്രഭുവാനുഗ്രഹമൂർത്തികൃപാകനോപദേശ വികാസാത്ത ഉത്തമ ഭക്തി ഭാഷണേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനമായ വിഷയം കുരുക്ഷേത്ര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ അധർമ്മമായ ഒരു കാര്യമാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടാനായിട്ട് ചെയ്യുന്നത്. കുരുക്ഷേത്ര യുദ്ധം എന്നറിയാം, മഹാഭാരത യുദ്ധമാണ്. ഭാരത യുദ്ധം എന്ന് പറയും, ധർമ്മയുദ്ധം എന്ന് പറയും. കാരണം ധർമ്മയുദ്ധം എന്ന് പറയുന്നത് നമ്മൾ തിന്മയും നന്മയും കൂടെ ഏറ്റുമുട്ടുന്ന ആ രീതിയിലും കുരുക്ഷേത്ര യുദ്ധത്തിനെ ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ എത്രയും വലിയ ഭീകരവും വലിയ യുദ്ധമായിരുന്നെങ്കിൽ പോലും അതിനകത്ത് യുദ്ധധർമ്മം എന്നൊന്നുണ്ട്. പഴയ കാലത്ത് നമ്മുടെ വേദശാസ്ത്രപ്രകാരം യുദ്ധം ചെയ്യുമ്പം അതിനുള്ള യുദ്ധധർമ്മങ്ങൾ പാലിച്ചുകൊണ്ടേ യുദ്ധം ചെയ്യാൻ പാടും. അതുകൊണ്ട് ഈ കുരുക്ഷേത്ര യുദ്ധം തന്നെ വളരെയധികം ഒരു മോഡലാണ് ഈ ധർമ്മയുദ്ധത്തിന് അനുസരിച്ച്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഈ യുദ്ധത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല അധർമ്മങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല.
വളരെ ചെറിയ നിസ്സാരമായ ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, വളരെയധികം അപകടകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നേരം കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ ഒരു വളരെ ഭീഭത്സവും മൃഗീയവുമായ യുദ്ധധർമ്മത്തിന് ഒട്ടും തന്നെ നിരക്കാത്തത് സംഭവം ഉണ്ടായി. ഈ അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അർദ്ധരാത്രിയിൽ ഏതാണ്ട് യുദ്ധം തീർന്ന അവസരമാണ്, ഏതാണ്ട് തീർന്നെന്ന് തന്നെ പറയാം. ദുര്യോധനൻ ഏതാണ്ട് ക്ഷതമേറ്റു. തുടയിലെ ഭീമസേനന്റെ തുടയിൽ ദുര്യോധനന്റെ തുടയിൽ ഭീമസേനൻ ശക്തിയായ പ്രഹരം ഏൽപ്പിക്കുകയും ഗത കൊണ്ട് പ്രഹരം ഏൽപ്പിക്കുകയും മർമ്മസ്ഥാനമായിരുന്നതുകൊണ്ട് ദുര്യോധനൻ വീഴുകയും ചെയ്യും. ആ മരിച്ചിട്ടില്ല, പക്ഷെ മരിക്കാറായി മൃതസ്ഥനായിട്ട് കിടക്കുകയാണ്. എണിച്ച് നിൽക്കാനോ നടക്കാനൊന്നും പറ്റുന്നില്ല, ആ കണ്ടീഷനിലാണ്. ഇത് കണ്ട ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥമാവ് തൻ്റെ യജമാനന് ഈ രീതിയിലുള്ള കഷ്ടം വന്നല്ലോ എന്നുള്ളതും പാണ്ഡവരോടുള്ള പകയും പലപ്പോഴും നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പകയും എല്ലാം കൂടെ തീർക്കാനായിട്ട് വളരെ ദുഷ്കർമ്മമാണ് അവർ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, അർദ്ധരാത്രിയിൽ എല്ലാവരും കൂടെ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ദ്രൗപദി പുത്രന്മാരായ 5 പിഞ്ചു ബാലകരെ നിഷ്കരണം ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത്. വളരെ വളരെ പിഞ്ചു ബാലകരാണ് അവർ. യുദ്ധത്തിനോ ഒന്നും ഉള്ള ഒരു സാഹചര്യമില്ല, യുദ്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഈ അവസരത്തിൽ വെറുതെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെയാണ് അശ്വത്ഥമാവ് ശിരച്ഛേദം നടത്തിയത്. കൗരവരും യുദ്ധത്തിൽ ഏർപ്പെട്ടെന്ന് നമുക്ക് പല വശത്തിൽ ബോധമുള്ള ഒരു കാര്യമാണ്. പാണ്ഡവരും കൗരവരും യുദ്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ അവസാന ഭാഗമായിട്ട് ദുര്യോധനൻ ഇങ്ങനെ ക്ഷതമേറ്റ് കിടക്കുകയാണ്. അതുകൊണ്ട് ഏതാണ്ട് യുദ്ധം വിജയിച്ച മട്ടിലാണ്. ഇനി രാജാവും അടുത്ത രാജാവ് എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനാണ് അടുത്ത രാജാവായിട്ട് വരുന്നത്. ആ സമയത്ത് അടുത്ത ദിവസം ആയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഇരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ദ്രൗപദി വളരെയധികം വിഷമത്തിലാവുകയും ചെയ്യും. അവർ വളരെയധികം തലമുറയിട്ട് കരയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മറ്റ് പാണ്ഡവരും ഭഗവാനും എല്ലാം അവിടെ ഓടി ചെല്ലുകയാണ് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. ആ സമയത്താണ് ഈ ദുഷ്കർമ്മങ്ങൾ അവർ കണ്ടത്. ഇത് ആരാ ചെയ്തതെന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഈ അർജുനൻ ദ്രൗപദിയെ ആശ്വസിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ്: തൻ്റെ പുത്രന്മാരുടെ ശേഷക്രിയ നടത്തുന്നതിന് മുൻപ് തന്നെ അശ്വത്ഥാമാവിൻ്റെ തല എടുത്തുകൊണ്ടുവന്ന് ദ്രൗപദിയുടെ കാൽപാദത്തിൽ വയ്ക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അർജുനൻ അശ്വത്ഥാമാവനെ തേടി പോവുകയാണ്. അർജുനനും അർജുനൻ്റെ കൂടെ ഭീമസേനും നകുലനും മറ്റ് ആൾക്കാരെല്ലാം ഉണ്ട്. ഭഗവാനും പോയിട്ടുണ്ട് കൂടെ. ഇവരെല്ലാം കൂടെ പോയി. അശ്വത്ഥാമാവിനും ഒരു നിശ്ചയമില്ല, ഇവർ കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ട്, പിടികൂടി കഴിഞ്ഞാൽ എന്നെ വധിക്കുമെന്നുള്ളത് അശ്വത്ഥാമാവിന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ രഥവുമായിട്ട് ഓടിപ്പോവുകയാണ്. പക്ഷേ വളരെ കുറച്ച് കഴിയുമ്പം തന്നെ അശ്വത്ഥാമാവിൻ്റെ രഥത്തിലെ കുതിരകളെല്ലാം തളർന്നു പോകും. അത് ഓടാൻ പറ്റാതെ അവിടെ വീണു പോകുന്നു. ആ സമയത്ത് നിവൃത്തിയില്ലാതെ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല എന്ന് അശ്വത്ഥാമാവിന് തോന്നുന്നുണ്ട്. അശ്വത്ഥാമാവ് പ്രത്യേക രീതിയിലുള്ള ബ്രഹ്മാസ്ത്രം, അതേതാണ്ട് നമ്മൾ ഇന്നത്തെ കാലത്തെ ന്യൂക്ലിയർ വെപ്പണിനെ പോലെ സമാനമാണെന്നാണ് പറയപ്പെടുന്നത്. അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയക്കുകയാണ്. പക്ഷേ ഈ അശ്വത്ഥാമാവിന് യഥാർത്ഥത്തിൽ ബ്രഹ്മാസ്ത്രം അയക്കാൻ അറിയാമായിരുന്നെങ്കിൽ തന്നെയും അതുമായിട്ട് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അശ്വത്ഥാമാവിന് അറിഞ്ഞുകൂടാ. അത് തിരിച്ചെടുക്കാൻ അറിയില്ല. അതുകൊണ്ട് അതിനെ ശരിക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാനും ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ അശ്വത്ഥാമാവ് എന്തായാലും ബ്രഹ്മാസ്ത്രം വിട്ടുകഴിഞ്ഞു. ഈ സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ചൂടും അതിൻ്റെ പ്രകാശവും എല്ലാം ഏൽക്കുന്നതിനാൽ നമുക്ക് അർജുനൻ്റെ എതിരെ ഇങ്ങനെ വരുന്നതായി അർജുനന് തോന്നുകയാൽ അർജുനൻ ഉടനെ തന്നെ ഭഗവാനോട് ഈ വിവരം പറയുകയാണ്. ഭഗവാനും മനസ്സിലായി അയാൾ ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുകയാണ്. ഉടനെ തടയുന്നതിനായിട്ട് അർജുനനോട് അടുത്ത ബ്രഹ്മാസ്ത്രം അയക്കാൻ പറയുകയാണ് ഭഗവാൻ.
അങ്ങനെ ആ ബ്രഹ്മാസ്ത്രത്തിനെ ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ടും അശ്വത്ഥമാവിന് വേറെ ഇനി രക്ഷയൊന്നുമില്ല. നിരായുധനായിട്ട് ദ്രവമെല്ലാം ഉപേക്ഷിച്ച് നിരായുധനായിട്ട് മാറിയിരിക്കുകയാണ് ഇയാൾ. എങ്ങനെയാണ് അശ്വത്ഥമാനെ അർജുനൻ ഓടിച്ചിട്ട് പിടിച്ച് ഒരു കാട്ടുമൃഗത്തിനെ പോലെ കയറിട്ട് വലിയ വടമിട്ട് വരിഞ്ഞു കെട്ടി ദ്രൗപദിയുടെ മുൻപിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ സമയത്താണ് ദ്രൗപദി ഈ അശ്വത്ഥമാവിനെ ഈ രീതിയിൽ കിടക്കുന്നത് കാണുന്നത്. അന്നേരം ഭഗവാനാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചു ബാലരെ നിഷ്കരണം മതിച്ച ഈ ബ്രാഹ്മണ ബന്ധുവിന് ഒരു ദയയെ അർഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനാൽ ഉടൻ തന്നെ വധിക്കുവാൻ ഭഗവാൻ അർജുനനോട് പറഞ്ഞു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ്രോണാചാര്യർ ബ്രാഹ്മണനാണ്. ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥമാവും ബ്രാഹ്മണനാണ് ആ നിലയ്ക്ക്. പക്ഷേ ഇവിടെ ഭഗവാൻ ആ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. തന്നെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണനെന്നല്ല, ബ്രാഹ്മണ ബന്ധുവിന് ഒരു ദയയും അർഹിക്കുന്നില്ല എന്നാണ്. കാരണം ജന്മം കൊണ്ടല്ല ഒരു ബ്രാഹ്മണനാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അന്നേരം ക്വാളിറ്റി ഇല്ല, അയാളുടെ ഗുണങ്ങളില്ലാത്ത ഒരു ബ്രാഹ്മണനെ ബ്രാഹ്മണനെന്ന് വിളിക്കാൻ അർഹതയില്ല. അങ്ങനെയുള്ള ആൾക്കളെ ബ്രാഹ്മണ ബന്ധു എന്ന് വിളിക്കാൻ മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്. ഭഗവാൻ അന്നേരം ഉടനെ തന്നെ അശ്വത്ഥമാവിനെ വധിക്കണമെന്ന് അർജുനനോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഭീമസേനനും ഇവനെ ഉടനെ തന്നെ വധിക്കണമെന്നുള്ള ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. വൈദിക ശാസ്ത്രത്തിൽ വധശിക്ഷയ്ക്ക് അർഹരായവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭഗവത്ഗീത 1-ാം അധ്യായത്തിലെ 36-ാം ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നു, വൈദിക പ്രമാണമനുസരിച്ച് അക്രമികൾ 6 കൂട്ടരാണ്. ആദ്യത്തെ ആൾ വിഷം കൊടുക്കുന്നവർ. കാരണം നമുക്കറിയാം, വിഷം കൊടുക്കുന്നവർ വളരെ ബുദ്ധിമാന്മാരാണ്. കാരണം ഈ വിഷം സ്വയം ആരും വാങ്ങിച്ച് കഴിക്കത്തില്ലല്ലോ. വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരും കഴിക്കത്തില്ല. അന്നേരം അതിനെ ഏതെങ്കിലും രീതിയിൽ ഒളിപ്പിച്ച് കൊടുക്കണം. അതുകൊണ്ട് ഈ ബുദ്ധിമാന്മാർ മാത്രമല്ല, അവർ ഏറ്റവും വലിയ ചതിയന്മാരുമാണ്. അതുകൊണ്ടാണ് വിഷം കൊടുക്കുന്ന ആൾക്കാരെ ഈ പട്ടികയിൽ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധിമാന്മാരുമാണ്, ചതിയന്മാരുമാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ വീട് തീ വയ്ക്കുന്നവർ. ഇവർക്ക് വളരെ ഭീകരമായ മനസ്സുള്ളവരാണ്. കാരണം വീട് തീ വയ്ക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളായിരിക്കുമല്ലോ മിക്കവാറും. ആ സമയത്ത് മിക്കവാറും ആളുകൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും. അവർക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. ചില സമയത്താണെങ്കിൽ വീടിൻ്റെ മുൻവശവും പുറകുവശവും എന്തെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തിയിട്ടായിരിക്കും വീട് തീ വയ്ക്കുന്നത്. അത് വളരെയധികം മൃഗീയമായ ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർ മാരക ആയുധം കൊണ്ട് ആക്രമിക്കുന്നവരാണ്. നമുക്കറിയാം, ഈ മാരകായുധങ്ങളിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ രക്തച്ചൊരിച്ചിലുണ്ടാവും. ഈ രക്തം കാണുന്നതിന് ലഹരിയായിട്ട് അല്ലെങ്കിൽ അത് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് രക്തക്കുതിയന്മാരെന്ന് പറയുന്നത്. അവരാണ് ഈ മാരകായുധങ്ങൾ കൊണ്ട് എപ്പോഴും ആക്രമിക്കുന്നത്. ഇനി അടുത്ത വിഭാഗം, 4-ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സ്വത്ത് കൊള്ളയടിക്കുന്നവർ. നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ഇവർക്ക് ഭയങ്കരമായ ആർത്തിയുള്ളവരാണ്. എത്ര കിട്ടിയാലും മതിയാവാത്ത ആർത്തിയാണ്. ധനത്തിനോട് അത്രയും മോഹമുള്ള ആൾക്കാരാണ് സ്വത്ത് കൊള്ളയടിക്കുന്നത്. 5-ാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് ഭൂമി കയ്യേറുന്നവൻ. മറ്റുള്ളവരുടെ ഭൂമി കയ്യേറി അവരെ അവിടുന്ന് ഓടിച്ചിട്ട് സ്വന്തം ആക്കുന്ന അവർക്കും ഇതുപോലെ തന്നെ സ്വത്തിനോട് അതിയായ മോഹമുള്ളവരാണ് ഈ ഭൂമി കയ്യേറുന്നവർ. 6-ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അന്യൻ്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. യാതൊരു രീതിയിലുള്ള മൂല്യങ്ങളും ഇല്ലാത്ത അധമന്മാരായ ആൾക്കാരാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അതിന് ഇത്രയും ആൾക്കാർ, ഈ 6 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഉടനെ തന്നെ വധിക്കണമെന്നാണ് നമ്മുടെ വേദശാസ്ത്രം അനുസരിച്ച് പറയുന്നത്. അതുകൊണ്ട് ഒരു പാവവുമില്ല. ഇവരെ വധിച്ചു കഴിഞ്ഞാൽ ഒരു പാവവുമില്ല. ഏത് സാധാരണക്കാരനും അനുയോജ്യമായ കാര്യമാണ് ഇത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്.
ഇപ്പം അങ്ങനെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് നമുക്ക് ഉടനെ പെട്ടെന്ന് ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് അയാളെ വധിക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം നമ്മൾ പ്രജകളാണ്. പ്രജകൾക്ക് ഒരിക്കലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വധിക്കാനോ ഉള്ള അധികാരമില്ല. രാജഭരണകാലത്ത് രാജാവാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രതിനിധികളാണ് അത് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സ്വതന്ത്രമായ രീതിയിൽ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യ രാജ്യത്തിൽ അതിന് ചുമതലപ്പെട്ട അധികാരികളുണ്ട്. പ്രധാനമായിട്ടും കോടതിയാണ്. നീതിന്യായത്തിൻ്റെ അധിപന്മാരായ ജഡ്ജിമാരും ആണ് ഈ അക്രമികൾക്ക് ശിക്ഷ നൽകുന്നത്. ഇവിടെ അർജുനനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അർജുനൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് നമുക്കറിയാം. സ്വാഭാവികമായും സാത്വികനാണ്. പക്ഷേ ഈ സാത്വിക പക്ഷം ക്ഷത്രിയന് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ സാത്വിക പക്ഷം ആയതുകൊണ്ട് തന്നെ അർജുനൻ അദ്ദേഹത്തിനെ വധിക്കുന്നതിന് മടി കാണിച്ചു. അവിടെ വെച്ച് തന്നെ വധിക്കാമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് തന്നെ വധിക്കാതെ തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അന്നേരം തന്നെ അതിൽ നിന്നും മനസ്സിലാക്കാൻ ഉടനെ വധിക്കാൻ ഉള്ള താല്പര്യം അർജുനൻ കാണിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സാത്വികമായ ഗുണം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത്രയും സാത്വികമായ ഗുണം ഒരു ക്ഷത്രിയന് ചേർന്നതല്ലെന്ന് ഭഗവാനും പറയുന്നുണ്ട്. ഒരാൾ ക്ഷത്രിയൻ ഒരിക്കലും ഭീരുവാകാൻ പാടില്ല. ഈ സാത്വിക ഭക്ഷണം ക്ഷത്രിയന് ചേർന്നതല്ല. ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് ശ്രീരാമൻ്റെ കഥ എടുക്കാം. ശ്രീരാമൻ വളരെ സാത്വികനായിരുന്നു, പക്ഷെ ഒരിക്കലും ഒരു ഭീരുവായിരുന്നില്ല. തൻ്റെ ഭാര്യയെ കവർന്നു കൊണ്ടുപോയ രാവണൻ, ഇതിനകത്ത് അവസാനത്തെ കാറ്റഗറിയിൽ 6-ാം നമ്പർ ഭാഗത്താണ് അന്യൻ്റെ ഭാര്യയെ അപഹരിക്കുന്നത്. ഇവിടെ രാവണന് ചെയ്തത് അതാണ്. ഏറ്റവും വലിയൊരു കൊടിയ പാവമാണ് രാവണൻ ചെയ്തത്. തൻ്റെ ഭാര്യയെ കവർന്നു കൊണ്ടുപോയ രാവണന് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ശിക്ഷയാണ് ശ്രീരാമൻ കൊടുത്തത്. രാവണൻ്റെ 10 തലയും ഛേദിച്ചു കളഞ്ഞു. കൂടാതെ രാവണൻ്റെ രാജ്യം സ്വന്തം അനുജനും ശ്രീരാമഭക്തനുമായ വിഭീഷണന് ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അശ്വത്ഥമാവ് കയറുകളാൽ ബന്ധിതനായിരുന്നു എന്ന് കണ്ടിട്ട് ദ്രൗപദിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ വിളിച്ചു പറയുന്നു, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കൂ. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം ബ്രാഹ്മണനാകയാൽ നമ്മുടെ ഗുരു ആണ് എന്നാണ് ശ്രീമതി ദ്രൗപദി പറയുന്നത്. ദ്രൗപദി പ്രദർശിപ്പിക്കുന്ന ഈ വാമസ്വഭാവത്തെക്കുറിച്ച് ശ്രീല പ്രഭുപാദർ ചില കാര്യങ്ങൾ കഴിഞ്ഞ 42-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു. വളരെ മനോഹരമായ സ്വഭാവത്തിനാണ് വാമസ്വഭാവം എന്ന് പറയുന്നത്. ഉന്നത കുലജാതയും സൽഗുണസമ്പന്നയായ ദ്രൗപദി അവരുടെ സ്വതസിദ്ധമായ സഹാനുഭൂതികളോടെയാണ് ബന്ധിതമായിരിക്കുന്ന അശ്വത്ഥമാവിനെ കാണുന്നത്. തൻ്റെ മക്കളുടെ ഘാതകൻ ആയിട്ടുകൂടി ഒരു ബ്രാഹ്മണന് നൽകേണ്ടുന്ന ഉപചാരം നൽകാൻ ദ്രൗപദി തയ്യാറായതും അതുകൊണ്ടാണ്. സ്ത്രീ എന്ന നിലയിലുള്ള ദ്രൗപദിയുടെ സൗമ്യമായ സ്വഭാവ സവിശേഷത കാരണം ഇത് പ്രഭുപാദർ ഇവിടെ സംശയമില്ലാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ ശ്രദ്ധ അർഹിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ സൗമ്യമായ സ്വഭാവത്തെ പിന്തുടർന്ന് നീചന്മാരെ ഒരിക്കലും അംഗീകരിക്കരുത്. പക്ഷേ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ലോകത്ത് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഇത് വളരെയധികം കാണാവുന്ന ഒരു കാര്യമാണ്. കാരണം സ്ത്രീകൾ പൊതുവെ വളരെ സൗമ്യമായ ഒരു സ്വഭാവത്തോടു കൂടിയാണ്. വഴക്കുണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ശിക്ഷിക്കാനോ എല്ലാം പൊതുവെ മടിയാണ്. അത് സ്വയം സഹിച്ച് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ ഉള്ള ഒരു സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. അന്നേരം ഇത് വളരെ മനോഹരമായ ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞാൽ തന്നെയും ഇതിനൊരു വേറൊരു വിപരീത വശവുമുണ്ട്. കാരണം ഇതിൻ്റെ ഇതിൻ്റെ ആനുകൂല്യം പങ്കുപറ്റി പല കള്ളന്മാരും അല്ലെങ്കിൽ പല നീചപ്രവൃത്തികൾ ചെയ്യുന്നവരും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രഭുപാദരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ സൗമ്യമായ സ്വഭാവത്തെ പിന്തുടർന്ന് നീചരെ ഒരിക്കലും അംഗീകരിക്കരുത്.
ഇനി ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് നോക്കാം. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണർ, അവർക്ക് ശിക്ഷ എന്താണ് കൊടുക്കുക എന്ന് പറയാം. അതിനകത്ത് ശ്രീമദ് ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ അധ്യായം 7 57-ാം ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. ശ്ലോകം ഞാൻ വായിക്കാം. ഭവനം ദ്രവീണദാനം ദാനാനിരാപണം തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനാം വധോ ആസ്തി ദൈഹികം. ഇതിൻ്റെ ഭവനം, ശിരസിൽ നിന്ന് മുടി വേർപെടുത്തുന്നത്. ദ്രവീണ, ധനം. ആദനം, നഷ്ടപ്പെടുത്തുന്നത്. സ്ഥാനാൽ, വസതിയിൽ നിന്നും. നിര്യാപണം, ആട്ടിപ്പായിച്ചു. തഥാ, മാത്രമല്ല. ഏഷ, അവയെല്ലാം. ഹി, നിശ്ചയമായും. ബ്രഹ്മബന്ധൂന, ബ്രഹ്മബന്ധുക്കളുടെ വധം. വധിക്കുന്നു, വധിക്കുന്നു. ച, ഇല്ല. അന്യ, മറ്റൊന്നിലും മാർഗം, മറ്റെന്തെങ്കിലും മാർഗം. അന്യ, മറ്റെന്തെങ്കിലും മാർഗം. ആസ്തി, അവിടെയുണ്ട്. ദൈഹീക, ശരീരകാര്യത്തിൽ. നിവർത്തനം ശ്രീലപ്രഭാത. അവൻ്റെ ശിരസിൽ നിന്നും മുടി ഛേദിക്കുന്നതും അവൻ്റെ ധനത്തിൻ്റെ അവൻ്റെ ധനത്തിൻ്റെ അനുഭാവ അവകാശം നശിപ്പിക്കുന്നതും ഭവനത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നതും ഒക്കെ ഒരു ബ്രാഹ്മണ ബന്ധുവിന് നിർദ്ദേശിച്ചിട്ടുള്ള ശിക്ഷയാണ്. ശരീരത്തെ ഹനിക്കണമെന്ന് നിബന്ധനയില്ല. കാരണം പണ്ട് നമുക്കറിയാം, പഴയ കാലത്ത് നമ്മൾ ഒരുപാട് കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് ചെറിയ ശിക്ഷകൾ മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. മറ്റുള്ളവർക്ക് ചുവരുകൾ കൊണ്ടുള്ള അടിയും അല്ലെങ്കിൽ ദണ്ഡനങ്ങളും ജയിൽ ശിക്ഷയും ഒക്കെ കൊടുക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായ ശിക്ഷ കൊടുത്ത് ബ്രാഹ്മണരെ പറഞ്ഞു വിടുകയാണ്. വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തിനാണ് ആ നാട്ടിൽ നിന്ന് ബ്രാഹ്മണരെ നിഷ്കാസനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വത്തിൽ മേൽ അവകാശമില്ലാതെ സ്വത്തെല്ലാം അവർക്ക് എടുക്കാനൊക്കാത്ത അവസരം ഉണ്ടാക്കുന്നതും അതുകൊണ്ടാണ്. അതുപോലെ ശിരസിൽ നിന്ന് മുടി ഛേദിക്കുന്നതും വളരെയധികം ഒരു ശിക്ഷയായിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. വില്ലാളി വീരനായ അർജുനനെ ആ പദവിയിൽ എത്തിച്ചതിൻ്റെ പ്രധാന കാരണക്കാരൻ ദ്രോണാചാര്യരാണ്. ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അർജുനൻ. അതുകൊണ്ട് തന്നെ തൻ്റെ ഗുരുവിൻ്റെ ഏക മകനും പ്രതിനിധിയുമായ അശ്വത്ഥമാവനെ വധിക്കുന്നത് ഗുരുവിനെ വധിക്കുന്നതിന് തുല്യമാണെന്ന് ദ്രൗപദി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം യുദ്ധത്തിൽ ദ്രോണാചാര്യർ വധിക്കപ്പെടുകയാണ്. ആ സമയത്ത് പിന്നെ അവശേഷിക്കുന്നത് അശ്വത്ഥമാവ് മാത്രമേ ഉള്ളൂ. അശ്വത്ഥമാവിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അത് കാരണം അശ്വത്ഥമാവിനെ വധിക്കുന്നത് ദ്രോണാചാര്യരുടെ പ്രതിനിധിയായിട്ടാണ് കുബി മാതാവ് അശ്വത്ഥമാവിനെ കാണുന്നത്. അങ്ങനെ ഒരു പ്രതിനിധിയെ വധിക്കുന്നത് ഗുരുവിനെ അല്ലെങ്കിൽ ദ്രോണാചാര്യരെ പിന്നെയും വധിക്കുന്നതിന് തുല്യമാവും എന്നാണ് പറയുന്നത്. അത് വളരെയധികം ധർമ്മമില്ലാത്ത ഒരു പ്രവൃത്തിയായിട്ട് കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഗുരുവിനെ വധിക്കുന്നതിന് തുല്യമാണെന്ന് അശ്വത്ഥമാവിനെ വധിക്കുന്നത് ഗുരുവിനെ വധിക്കുന്നതിന് തുല്യമാണെന്ന് ദ്രൗപദി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സദ്ഗുണ സമ്പന്നയും ഉന്നത കുലജാതയുമായ ദ്രൗപദി ഒരു ഉത്തമ ശ്രീകൃഷ്ണ ഭക്തയും കൂടെയാണ്. ഒരു വൈഷ്ണവിയായ ദ്രൗപദിയുടെ അനുകമ്പയാണ് ഇവിടെ പ്രദർശിക്കപ്പെടുന്നത്. അനുകമ്പ അല്ലെങ്കിൽ കമ്പാഷൻ ആണ് ഒരു വൈഷ്ണവന്റെ ഏറ്റവും വലിയ ഗുണം. വൈഷ്ണവൻ എപ്പോഴും ദുഃഖിയായിരിക്കണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എപ്പോഴും ദുഃഖം ഉണ്ടാവുന്ന ആളായിരിക്കണം വൈഷ്ണവൻ. അങ്ങനെ ഉള്ള സമയങ്ങളിൽ സ്വന്തം ദുഃഖം മറന്നു പോകും. ചിലപ്പോൾ നമ്മളങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സഹായിക്കാനായിട്ട് കൂടി നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുഃഖം അനുഭവിക്കുന്ന ആളിനെക്കാട്ടിയും വളരെയധികം കഷ്ടമായിരിക്കും. എന്നാൽ പോലും അവരതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ ഈ മറ്റുള്ളവരെ
സേവിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർ നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ തന്നെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അപ്പം അതൊരു വൈഷ്ണവന് ഏറ്റവും വലിയൊരു ഗുണം ആകേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പരദുഃഖ ദുഃഖിയായിരിക്കണം എന്ന് പറയുന്നത്. കൃപി മാതാവിൻ്റെ ഏക മകനാണ് അശ്വത്ഥമാവ്. അവരുടെ ഭർത്താവ് ദ്രോണാചാര്യർ യുദ്ധത്തിൽ മരണപ്പെട്ടു. ഇനി കൃപി മാതാവിന് ആകെയുള്ള ആശ്രയം അശ്വത്ഥമാവ് മാത്രമാണ്. അശ്വത്ഥമാവിനെ കൂടി വധിച്ചാൽ കൃപി മാതാവിന് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. ആ സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് തൻ്റെ ഭർത്താക്കന്മാരോടും ഭഗവാനോടും ദ്രൗപദി ആവശ്യപ്പെടുന്നത്. ഇവിടെ ദ്രൗപദി കാണിക്കുന്ന ഒരു സ്വഭാവം എന്റേതൊന്നും കിട്ടത്തില്ല, ഒരു സമദർശനമാണ്. കാരണം സ്വയം ദുഃഖാർത്ഥയായിട്ടിരിക്കുകയാണ് മക്കളെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അതേപോലെ ഒരു ദുഃഖം ദ്രൗപദിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ, കൃപി മാതാവിനും കൂടെ വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്ത് ദ്രൗപദിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഞാൻ ദുഃഖിക്കുന്നു, പക്ഷെ എന്നെ പോലെ മറ്റുള്ളവർ ദുഃഖിക്കണ്ട എന്നാണ് ഒരു വൈഷ്ണവന്റെ ആഗ്രഹം. ഇവിടെ പുത്രദുഃഖത്താൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ദ്രൗപദി തനിക്ക് സമാനമായിട്ടാണ് കൃപി മാതാവിനെയും കാണുന്നത്. നമുക്ക് തുല്യ ദുഃഖമായിട്ട് സമാനമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു സമദർശനമാണ്. ശത്രുവിൻ്റെ അമ്മയായിട്ട് പോലും അവരുടെ വേദന തൻ്റെ വേദനയും സമമായി കാണുന്നു. ഒരു വൈഷ്ണവന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് നമുക്ക് എന്താണ് ഈ വൈഷ്ണവരുടെ ഗുണങ്ങൾ എന്താ എന്ന് നോക്കിക്കളയാം. അതിൽ ഭാഗവതത്തിൽ പറയുന്നു, ഭാഗവതത്തില് 5-ാം സ്കന്ധത്തില് 18-ാമത്തെ അധ്യായം, അതിൽ 12-ാമത്തെ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാനിപ്പോൾ പറയുന്നത്. ഇത് ശ്രീകൃഷ്ണ ദാസ കവിരാജ് അദ്ദേഹം ചൈതന്യ ചരിതാമൃതത്തിൻ്റെ ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹം ഇത്രയും 26 ഗുണങ്ങൾ, വൈഷ്ണവർക്കുള്ള 26 ഗുണങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഇംഗ്ലീഷിലുള്ള അതല്ലേ വാചകങ്ങൾ ഞാൻ അതേപടി വായിച്ചിട്ട് എൻ്റെ രീതിയിലുള്ള തർജ്ജിമയെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം അതേപടി നമുക്ക് തർജ്ജിമ ചെയ്താൽ ചിലപ്പം ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് അതെടുത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം എന്തെങ്കിലും തെറ്റ് നമുക്ക് വരാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചു. അതിൽ 26 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ 1, ഹീ ഈസ് വെരി കൈൻഡ് ടു എവരിവൺ, എല്ലാവരോടും ദയയുള്ള ആൾ. 2, ഹീ ഡസ് നോട്ട് മേക്ക് എനി ഓൺ ഹിസ് എനിമി, ആരെയും ശത്രുതയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരെയും ശത്രുതയാക്കുന്നില്ല. 3, ഹീ ഈസ് ട്രൂത്ത്ഫുൾ, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. ഹീ ഈസ് ഈക്വൽ ടു എവരിവൺ, എല്ലാവരെയും തുല്യമായി കാണുന്നു. നോ വൺ ക്യാൻ ഫൈൻഡ് എനി ഫാൾട്ട് ഇൻ ദം, ആർക്കും ഒരു കുറ്റവും ഇവരിൽ കാണാൻ പറ്റുകയില്ല. ഹീ ഈസ് മാഗ്നാനിമസ്, എന്നാൽ ഹൃദയവിശാലതയോട് കൂടിയ വിശാലമായ മനസ്സ്. ഹീ ഈസ് മൈൽഡ്, വളരെയധികം ലാളിത്യമുള്ള ഒരാളാണ്, വളരെയധികം സിമ്പിളായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അതാണ് ഇവിടെ മൈൽഡ് എന്ന് വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ആൾവേസ് ക്ലീൻ, അദ്ദേഹം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എപ്പോഴും ശുദ്ധിയുള്ള ആളായിരിക്കും. ഹീ ഈസ് വിത്തൗട്ട് പൊസഷൻ, അദ്ദേഹത്തിന് കാര്യമായ ഒരു സമ്പാദ്യവും കാണണമെന്നില്ല. കാരണം അത്യാവശ്യം ജീവിക്കുവാനുള്ള ഒരു സാമ്പത്തികം മാത്രമേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള രീതിയിലുള്ള ഇത് മാത്രമേ കരുതി വയ്ക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ആരെങ്കിലും പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നോ, മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നോ, എൻ്റെ സ്വത്ത് എല്ലാവരും അടിച്ചുകൊണ്ട് പോകുമെന്നോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഹി വർക്ക്സ് ഫോർ എവരി വൺ ബെനിഫിറ്റ്, എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ആൾ. ഹി ഈസ് വെരി പീസ്ഫുൾ, അദ്ദേഹം എപ്പോഴും വളരെയധികം മനസ്സമാധാനമുള്ള ആളാണ്. ഇതാണ് നമുക്ക് ഏറ്റവും വളരെ പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്തൊക്കെ നമ്മൾ ചെയ്താൽ തന്നെയും നമുക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ മനസ്സമാധാനം ഈ വൈഷ്ണവന് വളരെയധികം
അനുകൂലമായ ഘടകമാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ഹീ ഈസ് വെരി പീസ്ഫുൾ. ഹീ ഈസ് ആൾവേസ് സറണ്ടേഡ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ ഭഗവാന് സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മളെപ്പോഴും അത് ആ ഒരു രീതിയിൽ അല്ല പലപ്പോഴും പ്രവർത്തിക്കുന്നതും. എപ്പോഴും നമ്മൾ ചിലപ്പോഴും മിക്കവാറും നമ്മൾ മറന്നു പോകും. നമ്മൾ സറണ്ടർ ആയിട്ട് ഒരു ദാസനാണ് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ഈ വൈഷ്ണവൻ എപ്പോഴും സറണ്ടറാണ്, എപ്പോഴും ഭഗവാനിൽ കീഴടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഹി ഹാസ് നോ മെറ്റീരിയൽ ഡിസൈഴ്സ്. ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ല അദ്ദേഹത്തിന്, ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. ഹി ഈസ് വെരി മീക്ക്. സൗമ്യതയുള്ള, വളരെ സബ്മിസീവായിട്ടുള്ള, വളരെ സൗമ്യമായിട്ട് ആൾക്കാരോട് സംസാരിക്കുകയും അവരുടെ പെരുമാറുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളാണ്. വളരെ സബ്മിസീവായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഹി ഈസ് വെരി മീക്ക് എന്ന് പറയുന്നത്. ഹി ഈസ് സ്റ്റഡി. ഒരു സന്തുലിത അവസ്ഥ സൂക്ഷിക്കുന്ന ആളാണ്. ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും മറ്റ് പ്രവൃത്തികളിലായാലും ശരി തന്നെ എപ്പോഴും ഒരേ ലൈനിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരാളായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കിടന്നുറങ്ങും, 3 ദിവസം പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യും, അടുത്ത ദിവസം പിന്നെയും ഉറങ്ങും, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു വൈഷ്ണവനാകാനൊക്കെ കഴിയും. ആ വൈഷ്ണവന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റഡി ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ തന്നെ അതൊന്നും കണക്കുകൂട്ടി മനസ്സിനെ വിഷമിപ്പിക്കാതെ തൻ്റെ പ്രവർത്തികൾ എപ്പോഴും മുറുകുന്ന ഒരാളിനെയാണ് ഹി സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഹി കൺട്രോൾ ഹിസ് സെൻസസ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നതിന് കഴിവുള്ള ആളാണ് ഒരു വൈഷ്ണവൻ. ഹി ഡസ് നോട്ട് ഈറ്റ് മോർ ദാൻ റിക്വയർഡ്. ഒരു വൈഷ്ണവൻ അമിതമായി ഭക്ഷണം കഴിക്കുകയില്ല. അത്യാവശ്യത്തിന് ആഹാരത്തിന് ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഹി ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലോഡ്സ് ഇല്യൂഷണറി എനർജി. ഭഗവാന്റെ എനർജി, ഊർജം ഉണ്ടല്ലോ, ആ ഇല്യൂഷൻ എന്ന് പറയും മായാശക്തി, അതിൽ പെടാതെ അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ആളാണ് എപ്പോഴും ഒരു വൈഷ്ണവൻ. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ വഴിപ്പെടാതെ അതിൻ്റെ സ്വാധീനത്തിൽ ചെല്ലാതെ എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്ന ഒരാളാണ് യഥാർത്ഥ വൈഷ്ണവൻ. അങ്ങനെ മായയ്ക്ക് അന്നേരം ഒരു വൈഷ്ണവനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. ഹി ഓവേഴ്സ് റെസ്പെക്ട് ടു എവരി വൺ. അദ്ദേഹം എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്, അല്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ബഹിക്കും. പക്ഷേ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഹി ഓവേഴ്സ് റെസ്പെക്ട് ടു എവരി വൺ, ബട്ട് ഹി ഡസ് നോട്ട് ഡിസയർ എനി റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്. അദ്ദേഹം മറ്റുള്ളവരെ ആദരിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ആദരവ് കിട്ടാനായിട്ട് ഒരു ശ്രമവും അദ്ദേഹം നടത്തുന്നില്ല. അങ്ങനെ ഒരു ആദരവ് കിട്ടണമെന്ന് ആഗ്രഹവുമില്ല, അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല, ആദരവ് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 21ാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഹി ഈസ് വെരി ഗ്രേവ്. ഗ്രേവ് എന്ന് പറയുമ്പോൾ ഇവിടെ സീരിയസ്നെസ് എന്നുള്ളൊരു ഗ്രേവിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ സീരിയസ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ കാര്യവും കുറച്ച് ഗൗരവമായി കാണുക എന്നുള്ളതാണ്. വളരെ ഈസി ഒരു കോമഡി പോലെ കണ്ട് ജീവിതം നശിപ്പിച്ച് കളയുന്ന ആളല്ല. എല്ലാ കാര്യങ്ങളും ഏത് പ്രവർത്തികളായാലും ശരി അതിൻ്റെതായ ഒരു വിലയും നിലയും കൊടുത്ത് അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്ത് ഗൗരവമായിട്ടെടുത്ത് അതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു വൈഷ്ണവൻ. ഈസ് മേഴ്സിഫുൾ. എപ്പോഴും കാരുണ്യമുള്ളവനാണ് അദ്ദേഹം. എപ്പോഴും എല്ലാവരോടും, എല്ലാ മൃഗങ്ങളോടായാലും ശരി തന്നെ, മനുഷ്യരോടായാലും ശരി തന്നെ, ശത്രുവിനായാലും മിത്രത്തിനായാലും എല്ലായിടത്തും കാരുണ്യമുള്ള ആളാണ് ഒരു വൈഷ്ണവൻ, യഥാർത്ഥ വൈഷ്ണവൻ. ഈസ് ഫ്രണ്ട്ലി. അദ്ദേഹം എപ്പോഴും ഒരു സൗഹൃദമായ അന്തരീക്ഷം സൂക്ഷിക്കുന്ന ആളാണ്. കൂടെ വരുന്ന ബന്ധുക്കളായാലും ശരി, യുവട്ടികളും മറ്റ് ഭക്തന്മാരും എല്ലായിടത്തും ഭയങ്കരമായ ഒരു സ്നേഹബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്, സൗഹൃദം എപ്പോഴും ഷെയർ ചെയ്യുന്ന ആളാണ് ശരിക്കുള്ള ഒരു വൈഷ്ണവൻ. ഹീസ് പൊയറ്റിക്. ഒരു വൈഷ്ണവന് കുറച്ച് ഭാവന വേണം, കുറച്ച് ഇമാജിനേഷനൊക്കെ വേണം, ഭാവന വേണം. അങ്ങനെ ഒരു കവിഭാവന ഉള്ള ഒരാൾ, അദ്ദേഹത്തിന് മാത്രമേ ഈ മനോഹരമായ ലോകം, ഭഗവാന്റെ സൃഷ്ടിയെ ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലുള്ള മറ്റുള്ളവർക്ക് അത് ആസ്വദിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും കഴിവുണ്ടെങ്കിൽ ഈ കാവ്യഭാവന വേണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹീസ് പൊയറ്റിക്. ഹീസ് എക്സ്പേർട്ട്. അദ്ദേഹം ഏത് കാര്യത്തിലും വിദഗ്ധനാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഏത് കാര്യത്തിലും
അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി അത് വളരെ വിദഗ്ധമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളാണ് ഒരു യഥാർത്ഥ വൈഷ്ണവൻ. പക്ഷേ ഹീസ് സൈലൻറ്റ്. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോഴും വളരെയധികം നിശബ്ദനായിരിക്കും. ആവശ്യമില്ലാത്ത ബഹളം ഉണ്ടാക്കുകയോ താൻ ചെയ്ത കാര്യങ്ങൾ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ബാക്കി സമയങ്ങളിലൊക്കെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയോ ചെയ്യുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും നിശബ്ദനാണ്, ആവശ്യമില്ലാതെ സംസാരിക്കാറില്ല. അനുകമ്പ എന്നാൽ സഹാനുഭൂതിയല്ല. യഥാർത്ഥത്തിലുള്ള അനുകമ്പ എന്നാൽ ആ ഭൗതിക കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അർജുനൻ ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാനിൽ നിന്നും ആത്മജ്ഞാനം നേടുന്നത്. അത് നാം കണ്ടതാണ്. ജന്മമൃത്യു ജഡ വ്യാധികളിൽ നിന്നും ദ്രോണാചാര്യരെയും ഭീഷ്മാചാര്യരെയും രക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അർജുനൻ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കും. ദ്രോണാചാര്യരുടെയും ഭീഷ്മരുടെയും പഴയ ഉടുപ്പായ അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തുകയാണ് അർജുനന്റെ ധർമ്മം. ഇതാണ് യഥാർത്ഥ. ആ വെള്ളം കളഞ്ഞോ? ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചത്, അതുകൊണ്ട് ഇവിടേക്ക് മാറ്റി വെച്ചിട്ട് അത് കളഞ്ഞൂല്ലേ. ഞാൻ അതെന്റെ കരിമ്പിൽ കൊണ്ട് ഒഴിക്കാൻ വിചാരിച്ചിട്ടിരുന്നു. ബ്രാഹ്മണ ഹത്യ ഏറ്റവും വലിയ പാവമെന്ന് പറയുന്നു. ഭഗവാന്റെ മുന്നിൽ അർഹിക്കാത്ത കുറ്റമാണ്. ഭഗവത്ഗീത 18-ാം അധ്യായത്തില് 42-ാം ശ്ലോകത്തിൽ ബ്രാഹ്മണന്റെ ഗുണങ്ങളെ പറ്റി പറയുന്നു. സമോ നമസ്തപ ശൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവചം. ഇതിൽ ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ആസ്തിക്യം എന്ന് പറയുന്നത് ധാർമ്മികതയും ഭക്തിയും കൂടെ ചേർന്ന ഒരു ഗുണമാണ് ആസ്തിക്യം. എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തികളുടെ ഗുണവിശേഷങ്ങൾ. ഈ തരത്തിലുള്ള ബ്രാഹ്മണർ ആത്മീയ പുരോഗതി നേടിയവരാണ്. ഇവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നു. ഇവിടെ 48-ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രിയ നിയന്ത്രണം നഷ്ടപ്പെട്ട രാജീയ അധികാര വർഗങ്ങൾ ബ്രാഹ്മണവർഗത്തെ ദ്രോഹിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്താൽ അവരുടെ ക്രോധാഗ്നി സമ്പൂർണ്ണ രാജീയ കുലത്തെയും ദഹിപ്പിക്കുകയും സർവർക്കും കൊടിയ വേദന വരുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അശ്വത്ഥമാവിനെ വധിക്കാതിരിക്കാനായി ദ്രൗപദിയുടെ അവസാനത്തെ വാദമുഖമാണ് ഇത്. ധർമ്മതത്വങ്ങൾക്ക് അനുസൃതമായതും ന്യായീകരിക്കത്ത മഹത്വമുള്ളതും ദയാപൂരിതവും കാപട്യമില്ലാത്തതുമായ രാജ്ഞിയുടെ പ്രസ്താവനകളെ ധർമ്മരാജാവിൻ്റെ പുത്രനായ മഹാരാജാവ് യുധിഷ്ഠിരൻ പൂർണ്ണമായും പിന്തുണച്ചു. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിൽ 35-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു: അല്ലയോ അർജുന, നിദ്രയിലായിരുന്ന നിരപരാധികളുടെ ആയ ആ ബാലകരെ വധിക്കുകയാൽ ബ്രാഹ്മണ ബന്ധുവായ അവനെ മോചിപ്പിച്ചുകൊണ്ട് നീ അവനോട് ദയ കാട്ടരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയാൻ യോഗ്യതയില്ലാത്തതിനാണ് ഭഗവാൻ അശ്വത്ഥമാവിനെ ബ്രാഹ്മണ ബന്ധു എന്ന് വിളിക്കുന്നത്. പ്രതിരോധിക്കാത്ത ശത്രുവിനെ ധർമ്മതത്വങ്ങൾ അറിയാവുന്ന ഒരാൾ ഒരിക്കലും വധിക്കാറില്ല. പണ്ടൊക്കെ യുദ്ധങ്ങൾ ധർമ്മതത്വങ്ങൾക്ക് അനുസരിച്ചാണ് നടത്തിയിരുന്നത്. ഈ അധ്യായത്തിൽ തന്നെ 40-ാം ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭുപാദർ ഇപ്രകാരം പറയുന്നു: അർജുനന്റെ കർത്തവ്യബോധത്തെ പരീക്ഷിക്കാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ബാഹ്യമായി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. കർത്തവ്യബോധത്തെ പുഷ്ടിപ്പെടുത്താൻ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഭക്തരെ ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്താറുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഭഗവാന് ഇയാള് പിഞ്ചു ബാലകരെ കൊന്നതായതുകൊണ്ട് ഇയാള് യാതൊരു ദയയ്ക്കും അർഹിക്കുന്നില്ല, നിഷ്കരണമായിട്ട് ഉടനെ തന്നെ കൊല്ലണമെന്ന് ഭഗവാൻ ആദ്യം പല പ്രാവശ്യം അർജുനനോട് പറയുന്നു. പക്ഷെ എന്നാൽ തന്നെയും ഭഗവാൻ എന്താണ് അത് പറയുന്നു, കാരണം എന്താണെന്നാണ് ഇപ്പം ഇതിനകത്ത് പറയുന്നത്. അർജുനന്റെ കർത്തവ്യബോധത്തെ
പരീക്ഷിക്കാനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ബാഹ്യമായി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത്. അന്നേരം ഈ കർത്തവ്യബോധത്തെ പുഷ്ടിപ്പെടുത്താനായി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഭക്തരെ ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതുപോലെ നമുക്കും ഇതുപോലെ തന്നെ പല പരീക്ഷണങ്ങളും ചിലപ്പം ഭഗവാൻ തരും, എക്സാമിനേഷൻ തന്നിരിക്കും. അതിനെക്കുറിച്ച് കരുതിയിരിക്കണം എന്നാണ് ഇതിനകത്ത് ശ്രീലപ്രഭുപാദർ ഉദ്ദേശിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ അർജുനൻ വിജയിക്കുകയും അർജുനന്റെ ഒരു അർജുനൻ ശ്രേഷ്ഠാത്മാവാണെന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയും ചെയ്തു. അർജുനൻ എങ്ങനെയാണ് വിജയിക്കുന്നതെന്നും ഇനിയുള്ള ശ്ലോകത്തിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കും. വേദശാസ്ത്ര പ്രകാരം ഭാരതത്തിൻ്റെ വൈദിക സംസ്കാരത്തിൽ ഒരാൾ എത്രത്തോളം ആത്മീയ പുരോഗതി നേടി എന്നതാണ് സമൂഹത്തെ അളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവുകോൽ. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് വികസിത രാജ്യങ്ങളിലും ഭൗതിക പുരോഗതി മാത്രമാണ് അവർ അളന്നിരുന്നത്. അതുകൊണ്ട് ആത്മീയ പുരോഗതി കൈവരിച്ച ബ്രാഹ്മണർ സദാ മഹത്തായ ആദരണീയ സ്ഥാനത്തിന് അർഹരായി സമൂഹത്തിൽ പരിഗണിക്കുന്നു. ഒരാൾ ജന്മം കൊണ്ടല്ല, പക്ഷെ ഗുണം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീലപ്രഭുപാദർ കി ജയ്. കൃഷ്ണ, ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ ഭക്തന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം. കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു, നന്നായിരുന്നു. കൃഷ്ണ കൃഷ്ണ താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു, നല്ല ക്ലാസ് ഹരേ ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭുജി. വളരെ ഹരേ കൃഷ്ണ. ഉപകാരപ്രദമായിരുന്നു വൈഷ്ണവന്റെ യോഗ്യതകൾ പ്രഭു പറഞ്ഞത്. അത് കുറച്ച് നീണ്ടുപോയെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ അത് പറയാൻ ഇല്ല, ഈ സാഹചര്യത്തിൽ പറയണമെന്ന് എനിക്ക് വളരെ തോന്നി. ഇല്ല പ്രഭു, അത് ഒട്ടും ചെയ്തിട്ടില്ല. അത് എല്ലാവർക്കും പ്രയോജനം, നമുക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഒരിക്കൽ കൂടെ അത് പറയുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദിയുണ്ട് പ്രഭു. വളരെ ഹരേ നല്ല കൃഷ്ണ. ക്ലാസ് ആണ് പ്രഭു എടുത്തത്. പ്രഭുവിന്റെ ക്ലാസ് വളരെ വളരെ നന്നായിരിക്കുന്നു. ഒരുപാട് ക്ലാസ് പ്രഭുവിന്റെ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു നല്ല വെളിയിലാണ്. ഹരേ കൃഷ്ണ. രാവിലെ ഗുരുമഹാരാജിനെ കാണാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. ഭാഗ്യം ഭഗവാൻ തന്നു. ശരി ശരി. ഞാൻ അല്പം ലേറ്റായി ആണെങ്കിലും മഹാരാജ് കൃപ കാണിച്ചു. എനിക്ക് ദർശനം കിട്ടി. ഹാരവും മഹാരാജിനെ അണിയിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഓ ശരി ശരി. വളരെ ഉപകാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതല്ലാണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഏകദേശിക്ക് ജീരകം കഴിക്കാമോ പ്രഭുജി? എങ്ങനെ? ജീരകം ഇല്ല, നമ്മൾ ജീരകം കഴിക്കാറില്ല, ജീരകം എടുക്കാറില്ല. എടുക്കാറില്ല അല്ലെ? ഇല്ല. കടുകുമില്ലല്ലോ? ഇല്ല, കടുകുമില്ല. കടുകുമില്ല. കുരുമുളക് പറ്റുമോ? കുരുമുളക് എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു അനൗൺസ്മെന്റ് ഞാൻ ചെയ്യാം. താങ്ക് യു പ്രഭുജി. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വളരെ സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് നമുക്ക് ഹിസ് ഹോൾനെസ് ഹിസ് ഹോൾനെസ് സംഘർഷൻ ദാസ് അധികാരി മഹാരാജിന്റെ മനോഹരമായ സത്സംഗം തിരുവനന്തപുരത്തുള്ള ഭക്തന്മാർക്ക് 3 ദിവസം ഭഗവാൻ അനുഗ്രഹിച്ച് കിട്ടും. ഇന്ന് ഗുരുമഹാരാജും ഗുരുമാതാജിയും എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ ഇന്ന്, നാളെ, മറ്റന്നാൾ ഇങ്ങനെ 3 ദിവസങ്ങളിൽ പള്ളിച്ചൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇസ്കോൺ ക്ഷേത്രത്തിൽ വെച്ച് രാവിലത്തെ ഭാഗവതം ക്ലാസ്സും, വൈകുന്നേരം നാളെ ഇന്ന് ഭാഗവതം പള്ളിച്ചലല്ലേ പ്രഭു? പള്ളിച്ചൽ, അതെ. പള്ളിച്ചൽ ഹരികൃഷ്ണ ആശ്രമത്തിൽ വെച്ച് ഗുരുമഹാരാജിന്റെ ക്ലാസ്സും വൈകുന്നേരം 7 മണിക്കും, നാളെ രാവിലെയും മറ്റന്നാൾ രാവിലെയും 2 ദിവസം ഗുരുമാതാജിയുടെ ക്ലാസ് പള്ളിച്ചൽ ആശ്രമത്തിൽ വെച്ചും
നാളെ വൈകുന്നേരം GOICയിൽ വച്ചുള്ള ക്ലാസ്സും അതിന്റെ അടുത്ത ദിവസം പാദം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയില് പാദം നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദം ഇൻസ്റ്റാൾ ചെയ്തിട്ട് 25 വർഷം തികയുന്നതിന്റെ വാർഷികത്തിലും ഗുരുമഹാരാജും മാതാജിയും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതിലും നമുക്ക് മഹാരാജന്റെ സത്സംഗം നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വെച്ചാണ്. ഈ 3 ദിവസത്തെ മനോഹരമായ ഈ സത്സംഗങ്ങളിൽ നമ്മുടെ സത്സംഗത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം പ്രഭു. ഇത് ലൈവ് ഉണ്ടാവോ പ്രഭു ഓൺലൈൻ? രാവിലത്തെ ഭാഗം ക്ലാസ് ലൈവ് ഉണ്ടാകും. വൈകുന്നേരവും ലൈവ് ഇടാനുള്ള വഴി ഉണ്ടാക്കാം. മാതാക്കും ക്ലാസ്സുകളെല്ലാം ലൈവ് ഉണ്ടാക്കാൻ പറ്റും. ക്ലാസിന്റെ കാര്യം ഞാൻ ചോദിച്ചു, ലൈവ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ക്ലാസ്സിന് എന്താ മാജി? ക്ലാസ് ലൈവ് ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചത് പ്രഭു. വൈകുന്നേരത്തെ നാളെയും മറ്റന്നാളും നമ്മുടെ രാവിലത്തെ ഭാഗവതം ക്ലാസ് മഹാരാജിന്റെയും മാതാജിയുടെയും ക്ലാസ് ആയിരിക്കും. നാളെ മറ്റന്നാളുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ നിന്ന് മാറ്റി മഹാരാജിന്റെയും മാതാജിയുടെയും ക്ലാസ്സുകളായിരിക്കും 2 ദിവസത്തേക്ക്. ലിങ്ക് ലൈവ് ഇസ്കോൺ ട്രിവാൻഡ്രത്തിലാണോ കിട്ടണേ, അതെയോ നമ്മുടെ ഇതിൽ വരുമോ? അഭയചരണം TV ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇസ്കോൺ ട്രിവാൻഡ്രത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് രണ്ടിലും ഉണ്ടാവാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് സൂമിലും ഉണ്ടാവും. നമ്മുടെ ലിങ്കിൽ കിട്ടോ പ്രഭു? നമ്മുടെ സാധാരണ ലിങ്കിൽ കിട്ടോ? അതെ, മോർണിംഗ് ക്ലാസ് രണ്ടും നമ്മുടെ സെയിം സൂം ലിങ്കിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി പ്രഭു. താങ്ക് യു പ്രഭു. പ്രഭുജി ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ് എത്ര മണിക്കാ പ്രഭുജി? 8 മണിക്കാണ്. 8 മണിക്കാണ്. 7 മണിയോ? രാവിലെ 8 മണി അല്ലേ? രാവിലത്തെ ഭാഗം ക്ലാസ് 8 മണിക്കും വൈകുന്നേരത്തെ പ്രോഗ്രാം 7 മണിക്കുമാണ്. താങ്ക് യു വെരി മച്ച് പ്രഭു. ഹരേ കൃഷ്ണ, പ്രണാമം പ്രഭു. നന്ദി. ഒരു അനൗൺസ്മെന്റ് കൂടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമുക്ക് ഭഗവത്ഗീതയുടെ ഒരു ക്ലാസ് വേണമെന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല രാവിലത്തെ ഭാഗവതവും വൈകുന്നേരത്തെ 5 മണിക്കുള്ള ചൈതന്യ ചരിതാമൃതവും ആൾറെഡി ഭക്തമാർക്കുള്ളൊരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമായി മാറിയിരിക്കുന്നു ഭഗവാന്റെ കൃപയാൽ, എല്ലാ ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ പുതിയ ന്യൂ കമേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം, ഓരോ ഡിവോട്ടീസും പ്രീച്ച് ചെയ്യുന്ന ന്യൂ കമേഴ്സിന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം ഒരു ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ സൂപ്പർ പ്രീച്ചേഴ്സ്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാത്രി 7 മുതൽ 8 മണി വരെ ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഭഗവത്ഗീത ക്ലാസ് നടത്താൻ ഭഗവാന്റെ കൃപയാൽ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടി നമുക്ക് വരുന്ന മാർച്ച് 3-ാം തീയതി പുരുഷോത്തം പ്രഭുവിന്റെ ബർത്ത്ഡേ ആണ്. വൈഷ്ണവ ആചാര്യന്മാരിൽ ഒരാളായ പുരുഷോത്തം ദാസ് അധികാരിയുടെ ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. മാർച്ച് 3 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും റീച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്ത് കോണ്ടാക്ട് നമ്പർ ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും വെച്ച് എല്ലാവരും അയച്ചു കൊടുത്ത് ഈ ഒരു പ്രോഗ്രാം ഗംഭീര ഒരു പ്രോഗ്രാം ആക്കി മാറ്റാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മുരളി പ്രഭു. വളരെ നല്ല മനോഹരമായ ക്ലാസ്സിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു പ്രഭു. വളരെ ആത്മാർത്ഥമായി നന്ദി. ഹരേ കൃഷ്ണ പ്രഭു, ഇത് റെക്കോർഡ് ചെയ്ത് കിട്ടിയവരനല്ലേ? ഞങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ മാജി. ഇന്നലെ വരെയുള്ള എല്ലാ ക്ലാസ്സും യൂട്യൂബിൽ അവൈലബിൾ ആണ് മാജി. ഇതും ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും, മാജിക്ക് കേൾക്കാവുന്നതാണ് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുരളി പ്രഭു ക്ലോസ് ചെയ്യട്ടെ? ക്ലോസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.